റൈഡ് പോവാണ്. ഇവിടെ തൃശ്ശൂരുള്ള ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പില്ലേ, അവർ ബാംഗ്ലൂർ ഒരു 6 മാസം മുൻപ് ഒരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിൻ്റെ പേര് ഓൾട്ടർനേറ്റീവ് എന്നാണ്, പലർക്കും അറിയാമെന്ന് വിചാരിക്കണം. അവർ ആദ്യമായിട്ടൊരു റൈഡ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഫസ്റ്റ് റൈഡ് പോകുന്നത് മുത്തത്തി റിവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മുത്തത്തി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഏതൊരു റിവർ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ 6 മണിക്ക് ഓൾട്ടർനേറ്റീവ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സമയം 5:30 സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് നേരെ ഓൾട്ടർനേറ്റീവ് പിടിക്കാം. ഇവിടുന്ന് 25 കിലോമീറ്ററാണ് ഓൾട്ടർനേറ്റീവിലേക്ക് കാണിക്കുന്നത്. ശരിക്കും നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, തെർമൽ ലൈനർ ഒന്നും ഇട്ടിട്ടില്ല. തെർമൽ ലൈനറിൻ്റെ ആവശ്യം നമുക്ക് സാധാരണ വരാറില്ല. ഇതേപോലെ ഏർലി മോർണിംഗ് റൈഡ്സൊക്കെ പോകുമ്പോഴാണ് തണുത്ത് വിറയ്ക്കാറ്. ഓൾട്ടർനേറ്റീവ് എത്തുമ്പോഴേക്കും മിക്കവാറും ഐസ് ആകുമായിരിക്കും. ഈ റൈഡിൽ റോയൽ എൻഫീൽഡിലായിട്ട് എന്തോ ഒരു ടൈപ്പ് ഉണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ടീമിൽ നിന്ന് കുറച്ച് പേര് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 50 പേരെ റൈഡെന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 73 പേരെയൊക്കെ കാണുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അറിയാം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. ഫ്രീ റൈഡാണ്, രജിസ്ട്രേഷൻ ഫീസൊന്നുമില്ല. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മൾ റൈഡ് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 80 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നിർത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓൾട്ടർനേറ്റീവ് നിന്ന് ഒരു 110 കിലോമീറ്റേഴ്സ് അങ്ങനെയാണ് ഈ സ്ഥലത്തേക്കുള്ളത്. ഇപ്പോൾ ഞാനായിട്ട് ലേറ്റ് ആവണ്ട എന്ന് കരുതി നേരത്തെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഗൂഗിൾ അമ്മായി പറയുന്നത് ഞാൻ 5:57 ഓൾട്ടർനേറ്റീവ് എത്തിച്ചേരും എന്നാണ്. ഇനി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എത്ര പേര് ലേറ്റ് ആവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. സമയം 5:50. ചന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ പൊങ്ങി തന്നെ നിൽപ്പുണ്ട്. നൈസ്, കാണാൻ രസമുണ്ട്. ഇങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് എത്തി. ഇവിടുത്തെ ബ്രീഫിംഗ് കഴിഞ്ഞു. ആസ് എക്സ്പെക്റ്റഡ് കുറച്ചൊന്ന് ലേറ്റായി. കുറച്ച് ബിഗ് ബൈക്സ് ഉണ്ട്. ബിഗ് ബൈക്സൊക്കെ ഫ്രണ്ടിൽ വേറെ ഗ്രൂപ്പായിട്ടേ പോകുള്ളൂ. മൊത്തം ഓൾമോസ്റ്റ് ഒരു 40-43 വണ്ടികളുണ്ട്. ദാറ്റ്സ് നൈസ്. ഹാലിലെ ചേട്ടൻ പാട്ടൊക്കെ വെച്ച് നല്ല ചില്ലായിട്ട് പോവാണ്. നൈസ്. അങ്ങനെ 6:45 തുടങ്ങേണ്ട റൈഡ് തുടങ്ങിയപ്പോൾ 7:30. ഗ്രൂപ്പ് റൈഡ്സ് എപ്പോഴും അങ്ങനെയാണ്. അതൊരു 40 ബൈക്കൊക്കെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓബ്വിയസ് കുറച്ച് വൈകും. അത് തെറ്റൊന്നുമില്ല. തണുപ്പിന് ഒരു കുറവുമില്ല കേട്ടോ. സമയം 7:30. തണുത്ത് വിറയ്ക്കാണ് ഇവിടെ. ഗ്രൂപ്പ് റൈഡ് പോകുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം അതാണ്, ഞങ്ങൾ വഴി തെറ്റി. കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ 40 ബൈക്കുകളും ഉണ്ട്. ഈ 40 ബൈക്കുകളും ഗ്രൂപ്പായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഏതൊരു സിഗ്നലിൽ വെച്ചിട്ട് ഞങ്ങളൊരു 6 പേർക്ക് വഴി തെറ്റി. ഞങ്ങളാണ് ഈ റൈഡിൻ്റെ ലാസ്റ്റ് വന്നുകൊണ്ടിരുന്നിരുന്നത്. ആ ലാസ്റ്റ് ഗ്രൂപ്പായി ഞങ്ങൾക്ക് തന്നെ വഴി തെറ്റി. റൈഡ് ഓർഗനൈസേഴ്സ് പുറകെ വരുന്നുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി നമ്മൾ വഴി തെറ്റി പോയി എന്നുള്ളത്. അവർ നമ്മുടെ പുറകെ വന്നു. നമ്മളിത് തിരിച്ച് മറ്റേ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ തിരിച്ച് ഗ്രൂപ്പിൻ്റെ കൂടെ തിരിക്കുകയാണ്. ബിഗ് ബൈക്ക് ഗ്രൂപ്പൊക്കെ ഇവിടെ നിന്ന് പോയി തോന്നുന്നുണ്ട്. ഞങ്ങൾ 6 പേരാണ് ഏറ്റവും ബാക്കിൽ വന്നുകൊണ്ടിരുന്നത്. സമയം 8 മണി കഴിഞ്ഞു. തണുപ്പിന് യാതൊരുവിധ കുറവുമില്ല എന്നുള്ളത് പറയുക തന്നെ വേണം. അങ്ങനെ സമയം രാവിലെ 9:15. പകുതി വഴി എത്തിയിട്ടുണ്ട്. തണുപ്പ് ഉണ്ട്. തണുപ്പുണ്ടെങ്കിലും തണുപ്പൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചൂടൊന്നും അടിച്ചു തുടങ്ങിയിട്ടില്ല. അതിന് പ്രോബ്ലി ഒരു 11 മണി 12 മണിയൊക്കെ ആവണം ഒന്ന് ചൂടാവണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ വിശപ്പിൻ്റെ ചെറിയ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ റൈഡ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 70 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഡിസ്റ്റൻസ് കാണിക്കുന്നത് ഒരു 111 കിലോമീറ്റേഴ്സാണ്. ഇനിയും കഷ്ടി ഒരു 30-40 കിലോമീറ്ററാണ് ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. ഒരു 80 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എവിടെയോ നിർത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു 10 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ നിർത്തുമായിരിക്കും. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്, ഗ്രീൻ ഹൗസ് ഫാമിലി ഗാർഡൻ. എൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അതിന് അവനോട് പോയി. ഹോപ്പ്ഫുള്ളി നോട്ട്. ദേ എൻ്റെ അനന്തുമോൻ നിൽക്കുന്നു. അവൻ്റെ അവസ്ഥ എന്തായെന്തോ. വിശന്നു തുടങ്ങിയോ? ഓക്കെ, പോയി കഴിയാം. ഇത്രയും വണ്ടിയുണ്ട്. മൊത്തം ഒരു 43 വണ്ടികളുണ്ട് ഇന്നത്തെ റൈഡിൽ. ഓ ബിഗ് ബൈക്സിൻ്റെ ഒരു രസം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഏതൊരു ഗ്രൂപ്പ് റൈഡ് പോയാലും കുറേ കണ്ണാപ്പികൾ അവിടെ ഉണ്ടാവുമല്ലോ. ഈ കൂട്ടത്തിലുണ്ട് 2-3 ഇപ്പോൾ നേരത്തെ പറഞ്ഞു വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പൂരി ഉണ്ടായിരുന്നു,
കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, നല്ല ചായ കിട്ടി. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്കറിയാലോ റോയൽ എൻഫീൽഡ് റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊമോഷൻ അർത്ഥത്തിലായിരുന്നു. പിന്നെ റെബിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡായിട്ട് ടൈപ്പിൽ റോയൽ എൻഫീൽഡ് കുറേ റൈഡിംഗ് ഗിയേഴ്സ് ഇറക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ റിവർ സൈഡിലോട്ടാണ് പോകുന്നത്, വിച്ച് ഇസ് ഹാർഡ്ലി 30 കിലോമീറ്റേഴ്സ് ഫ്രം ഹിയർ. ഒരു ഹാഫ് ആൻ അവർ. സമയം 11 മണി. ചൂട് അങ്ങനെ ആയി തുടങ്ങിയിട്ടില്ല, എന്നാലും രാവിലത്തെ അത്ര തണുപ്പില്ല. റൈഡിന് വന്ന എല്ലാവർക്കും ഓരോ സ്റ്റിക്കറും ഓരോ ബാഡ്ജ് വീതം കിട്ടിയിട്ടുണ്ട്, വിച്ച് ഇസ് സംതിങ് നൈസ്. അങ്ങനെ നമ്മൾ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് ഒരു ഗ്രാമത്തിലോട്ട് കയറിയിരിക്കുകയാണ്. ചെറിയ റോഡായതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ലൈൻ ഫോം ചെയ്താണ് എല്ലാവരും പോകുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ പണ്ടുണ്ടായിരുന്നു ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒരു സിംഗിൾ ലൈൻ ഫോം ചെയ്ത് നിൽക്കുകയാണ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാനായിട്ട്. ആ ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഗ്രൂപ്പ് റൈഡ് രസമാണ്. ഞാൻ 1-2 റൈഡ്സൊക്കെ ഗ്രൂപ്പ് റൈഡ് പോയിട്ടുള്ളൂ. നമുക്ക് വിചാരിച്ച പോലെ പോകാനൊന്നും പറ്റില്ലെന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഒരു 40-43 ബൈക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഇതുപോലെ ഒരു മര്യാദക്കാരനായിട്ട് വണ്ടി ഓടിക്കേണ്ടി വരും. ഉണ്ട് ഇതേപോലെ ലൈൻ ബൈ ലൈൻ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ സോളോ ഒക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ നോക്കലുണ്ടാവില്ല. നമുക്ക് തോന്നിയ സ്പീഡിലൊക്കെ ആയിരിക്കും പോകുന്നത്. ബട്ട് ഇറ്റ്സ് ഫൺ. വൺസ് ഇൻ എ വൈൽ ഒരു ഗ്രൂപ്പ് റൈഡൊക്കെ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കുറേ ആൾക്കാരെ പരിചയപ്പെടാം, അതിൽ തന്നെ കുറേ ലൈക്ക് മൈൻഡഡ് ആൾക്കാരുണ്ടാവും. അപ്പോൾ രസമാണ്. 2 സൈഡും കാടാണ്. അല്ല, ബേസിക്കലി കാടിൻ്റെ ഉള്ളിൽ വടി വെട്ടിയിരിക്കുന്നതാണ്. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഒറ്റ ഞാൻ കാണില്ല. വേറൊരു ഗ്രൂപ്പ് ഇത് റൈഡ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇവരൊക്കെ ഇപ്പോൾ എത്ര നേരത്തെ വന്നു കാണുമായിരിക്കും അല്ലേ? നൈസ്. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഒന്നല്ല, അങ്ങനെ നമ്മൾ റൈഡ് കഴിഞ്ഞ് ഇറങ്ങി. എല്ലാവരും ആരോരോ വഴിക്ക് തെറിച്ചോളാൻ പറഞ്ഞു. ഞാനും ദേ ഫ്രണ്ടിൽ പോണ CV350 എൻ്റെ ഫ്രണ്ട് അനന്തുമാണ്. ഞങ്ങൾ രണ്ടുപേരും പതുക്കെ ഞങ്ങളുടെ പേസിൽ ഇറങ്ങി. ഓരോരുത്തർ പതുക്കെ വിട്ടു. ഞങ്ങൾ ഞങ്ങളുടേതായ പേസിൽ പോകുന്നതേ ഉള്ളൂ. ഓട്ടോണിറ്റിയുടെ ഭാഗം ഒരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ഉണ്ടായിരുന്നു. 2 പേർക്ക് ലക്കി ഡ്രോയിൽ ഹെൽമെറ്റും കിട്ടി. റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്പോൺസർഡ് ഇവൻ്റ് ആയതുകൊണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റാണ് അവർക്ക് കിട്ടിയത്. സിംഗിൾ ലൈൻ റോഡായതുകൊണ്ടേ ബസ് റോഡ് നിറഞ്ഞാൽ പോണത്. ഓവർടേക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മൊത്തം മുളകും തിരുവാണ്. സ്ഥലത്തിൻ്റെ പേര് മുത്താത്തി എന്നാണ്. മുത്താത്തിയിൽ ഫോറസ്റ്റ് ഏരിയയുടെ അടിയിൽ വരുന്ന ഒരു റിവർ സൈഡിലാണ് നമ്മളിന്ന് പോയത്. അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ നിന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഒബിയസ്ലി ഒരു സൺഡേ ആണ്. ജനങ്ങൾ മൊത്തം വന്ന് അവിടെ ഫുള്ള് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് റിവർ സൈഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ കുറച്ച് പൈസ വരുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഹൈവേ കയറി. ഇവിടുന്ന് ഇനി ഒരു 80 കിലോമീറ്റർ ഉണ്ടാവും വീട്ടിലോട്ട്. റോഡ് നല്ലതാണ്. ഈ റോഡൊക്കെ കുറേ കാലം മുന്നേ ഭയങ്കര മോശമായിരുന്നു. ഇതൊക്കെ ഈ അടുത്ത് ടാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയോട്ട് തന്നെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഉടന്ന് വിടും. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ഇവിടെ നിന്ന് കൃത്യം 100 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 1 മണിക്കൂർ 50 മിനിറ്റ്. സൺഡേ ആണ്, നല്ല ട്രാഫിക്കായിരിക്കും. നൈസ് റോഡ് കയറി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും. എങ്കിലും നല്ല ചൂടാണ്. സമയം 2:30. അങ്ങനെ നമ്മൾ നൈസ് റോഡ് കയറി. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അങ്ങനെ നൈസ് റോഡിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റി എക്സിറ്റ് എടുത്തു. ട്രാഫിക് ഒരു രക്ഷയില്ല. അതാണ് സൺഡേ റൈഡൊക്കെ പോകാനായിട്ടൊരു മടി വരുന്നതാണ്. രാവിലെ ഓക്കെ, രാവിലെ ഇല്ല കുഴപ്പമില്ല. തിരിച്ച് ദുരിതം തന്നെയാണ്. ഈ കാണുന്ന വഴി എൻ്റെ ഫ്ലാറ്റിലുള്ള റോഡാണ്. ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ പോക്കറ്റ് റോഡാണെന്നുള്ളത്. പക്ഷെ അല്ല, ഈ റോഡിൽ 2-3 ഇൻ്റർനാഷണൽ സ്കൂളുള്ള റോഡാണ്. ഒരു എക്സ്പൾസ് അല്ലെ ഹിമാലയൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ റോഡാണ്. രാവിലെ സ്കൂൾ ടൈമിൽ ഓടിയും വീണ്ടും ഇവിടെയൊക്കെ കുലുങ്ങി വരുന്ന കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി ഭേദമാണെന്നുള്ള റോഡ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ റേസിൻ്റെ ട്രെയിൽ R സീരീസ് ടയർ എടുത്തതെന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ. ബാക്കിൽ ടോപ്പ് ബോക്സ് ഉള്ളതുകൊണ്ട് കിടന്ന് അടിക്കുന്നുണ്ട്. അത് മാത്രമേ എനിക്കൊരു കൺസേൺ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ടയർ ഉള്ളതുകൊണ്ട് ഈസിയാണ്, സുഖമായിട്ട് അങ്ങോട്ട് പോവാം. എന്താ റോഡ്! ഇതിലൊക്കെ ഡെയിലി കാറിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് ജോലിക്കൊക്കെ. സങ്കടം തോന്നും അവർ പോകണം കാണുമ്പോൾ. ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മോട്ടോർ സൈക്കിൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.